എൻ്റെ അച്ഛനാണ് ആദ്യം എന്നെ പഠിപ്പിച്ചത്. നിന്റെ പേരുള്ളൊരു പാട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകും. ഇതാരും ചോദിക്കാത്തൊരു കൊലപ്പെടുത്തുന്ന ഒരു സംഭവമാണ് സെമസ്റ്റർ സിസ്റ്റം. ഇറങ്ങുമ്പോൾ സംഗീതജ്ഞയായിട്ടല്ല ഇറങ്ങുന്നത്, സംഗീത അജ്ഞയായിട്ടാണ്. ഇവളെപ്പോഴും ചിത്രയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി. അങ്ങനെയൊന്നുമില്ല. ദേവാസുരത്തിലും ഒക്കെ പാടിയിട്ടുണ്ട്. പൂവട ഉണ്ടായിരിക്കും, മണ്ണട ഉണ്ടായിരിക്കും, ശർക്കര അട ഉണ്ടായിരിക്കും. റേഡിയോ ടോക്കിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് റേഡിയോ ടോക്കിയുടെ ടീം ഈ ഓണക്കാലത്ത് നിങ്ങളെ എല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്നത് സംഗീത സാന്ദ്രമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളിലേക്കാണ്. അനന്തപുരിയുടെ അഭിമാനങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഈ രണ്ട് സംഗീത പ്രതിഭകളെ. അതെ, തീർച്ചയായും തലമുറകളായി സംഗീതം കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയും മകളും, നമുക്കേവർക്കും സുപരിചിതമായ രണ്ട് മുഖങ്ങൾ. ഇന്ന് ഈ ഓണക്കാലത്ത് റേഡിയോ ടോക്കി ടീം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ അമ്മയുടെയും മകളുടെയും വിശേഷങ്ങളിലേക്കാണ്. അപ്പൊ എന്തായാലും സംഗീത പ്രതിഭകളായിട്ടുള്ള ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചറും മകൾ ഡോക്ടർ കമലാലക്ഷ്മി ടീച്ചറുമാണ് നമുക്കൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് ടീച്ചറിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം ടീച്ചർ. നമസ്കാരം. നമസ്കാരം. റേഡിയോ ടോക്കിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ടീച്ചർ, നമ്മൾ ഹരിപ്പാട് നിന്ന് നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള ആ ഒരു യാത്ര സംഗീതപരമായിട്ടാണെങ്കിൽ ഒത്തിരി ഒത്തിരി കഥകളുണ്ടാവും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഹരിപ്പാട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നത്, അമ്മയോടും അച്ഛനോടും ഒപ്പം. അന്ന് ചേട്ടൻ MG രാധാകൃഷ്ണൻ ഇവിടെ അക്കാഡമിയിൽ പഠിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു വീട് വാടകയ്ക്കൊക്കെ എടുത്തു. ഞങ്ങൾ ഹരിപ്പാട് വിട്ട് ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. പ്രീ ഡിഗ്രിക്കാണ് വിമൻസ് കോളേജിലാണ് ഞാൻ ചേർന്നത്. അപ്പോൾ അമ്മയുടെ ചില കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മിസ്സസ് പട്ടന്താണിപിള്ള ഒക്കെ അമ്മ സ്കൂളിൽ സംഗീതം പഠിപ്പിക്കുന്ന അധ്യാപികയായിരുന്നു. അപ്പോൾ ഈ മിസ്സസ് പട്ടന്താണിപിള്ള, പൊന്നമ്മ താണിപിള്ള, ആ അമ്മ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു മാവേലിക്കര ഹൈസ്കൂളിൽ. അങ്ങനെയാണ് അമ്മയ്ക്ക് പരിചയം. അമ്മ ഇവിടെ വന്നപ്പോഴും മിസ്സസ് പട്ടന്താണിപിള്ളയെ കാണാൻ പോവുകയും അവരെൻ്റെ പാട്ട് കേൾക്കുകയും എന്നെ എപ്പോഴും ആ അമ്മ ഓരോ അവസരത്തിൽ പാടാൻ ഉള്ള അവസരം ഒരുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തെ ആ ഒരു കലാവൈഭവങ്ങൾ ഏറ്റവും കൂടുതൽ ആദ്യം തിരിച്ചറിയുന്നത് രക്ഷകർത്താക്കളും അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചർക്ക് ആ ഒരു പ്രചോദനം കിട്ടിയത് എങ്ങനെയാണ്? പ്രചോദനം എൻ്റെ അച്ഛനാണ് ആദ്യം എന്നെ പഠിപ്പിച്ചത്, പാട്ടൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ പ്രചോദനം കിട്ടിയത് എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാവരും വരുന്നവരെല്ലാം പാട്ടുകാരായിരിക്കും. അല്ലാതെ ഒരു പാട്ടല്ലാതെ ആ വീട്ടിൽ ഹരിപ്പാട്ട് മേടയിലൊന്നുമില്ല. അപ്പോൾ അന്നൊരു ചൊല്ലുണ്ട്, ആലപ്പുഴയുണ്ട് ഒരു മേടയിൽ, നമ്മുടെ നന്ദുവിൻ്റെയൊക്കെ നടൻ നന്ദുവിൻ്റെയൊക്കെ കുടുംബം. അപ്പം അവിടുത്തെ തൂണും പാടും
ഹരിപ്പാട്ടെ മേടയിലെ തൂണും പാടും എന്നൊരു ഇങ്ങനെ ആളുകൾ പറയുമായിരുന്നു. കാരണം അവിടെ രണ്ടിടത്തും പാട്ട് വളരെയധികം സംഗീതം വളരെയധികം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ കൊച്ചിലെ മുതലേ സ്റ്റേജുകളിൽ കയറുമായിരുന്നു ഞാനും ചേട്ടനും ഒക്കെ. പിന്നെ തിരുവനന്തപുരത്തേക്ക് വന്നപ്പം ഞങ്ങളുടെ മേഖല വൈഡായി. BScക്ക് സുവോളജി ആയിരുന്നു എടുത്തിരുന്നത്. അന്ന് അക്കാലത്ത് അച്ഛനമ്മമാർക്കൊരു വിചാരമുണ്ടായിരുന്നു ഈ മ്യൂസിക് കൊണ്ടൊന്നും ഭാവിയിൽ വലിയ പ്രയോജനമില്ല എന്ന്. കാരണം അമ്മയും അച്ഛനും ഒക്കെ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛന് സംഗീത നാടകത്തിൽ ഹാർമോണിസ്റ്റ് കം വോക്കൽ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ഈ പെട്ടിയൊക്കെ ചുമന്നുകൊണ്ട് അന്ന് ശരിയായിട്ട് ബസ് പോലും ഇല്ല ഒരു കാലം. അപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം അവർ മക്കൾ മ്യൂസിക്കിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചു. പക്ഷെ 3 മക്കളും മ്യൂസിക്കിലേക്ക് തന്നെ വന്നത്. കറങ്ങി തിരിഞ്ഞ് വന്നു എന്ന് മാത്രം. MG രാധാകൃഷ്ണൻ സാറുമായിട്ട് ചേർന്നിട്ടുള്ള ആദ്യത്തെ ഒരു പാട്ടിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫസ്റ്റ് പാടിയ ഒരു പാട്ടിൻ്റെ ഓർമ്മകളെ കുറിച്ചൊന്ന് പറയാം. എനിക്കൊരു 5-6 വയസ്സുള്ളപ്പം ചേട്ടന് ഒരു 9-10 വയസ്സുണ്ട്. അന്നാണ് ചേട്ടനൊരു ട്യൂൺ ചെയ്ത് ഞാൻ കേൾക്കുന്നത്. അതിൽ എന്നോട് പറഞ്ഞു, നിൻ്റെ പേരുള്ളൊരു പാട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകും. ഓണത്തുമ്പി വാവ ഓമനത്തുമ്പി വാവ എന്ന് പറഞ്ഞു. ഓണത്തുമ്പി വാവ ഓമനത്തുമ്പി വാവ ഓണത്തുമ്പി വാവ. അതിൽ ഓമനത്തുമ്പി വരുന്നുണ്ടല്ലോ. ചേട്ടൻ തന്നെ എഴുതിയതാണ്. ചേട്ടൻ തന്നെ എഴുതി. ചേട്ടനെ വിളിക്കുന്നത് എൻ്റെ അമ്മ വിളിക്കുന്നത് കേട്ടിട്ട് എൻ്റെ അമ്മാവനെ ഞാൻ ചേട്ടനെ വിളിക്കുന്നത്. അപ്പോൾ അമ്മാവൻ MG രാധാകൃഷ്ണൻ അദ്ദേഹം പറയും, അവളുടെ അമ്മയുടെ മൂത്ത മകനാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ടീച്ചർ അമ്മ അതേസമയം തന്നെ ഗുരുവാണ്. അപ്പോൾ 2 റോള് ചെയ്യുന്ന ആളല്ലേ. അമ്മ ഇപ്പോഴും ഒരു ടീച്ചർ തന്നെയാണ്. അപ്പൊ അമ്മ എനിക്കിപ്പോഴും പേടിയാണ്. അതാണ് ചോദിക്കാണ്, ആ ഒരു സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ. അത് സാധാരണ ഗതിയിൽ ഉള്ള അമ്മമാരുടെ അടുത്ത് ഓപ്പണായിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് ഞങ്ങൾ കോൺവെർസേഷൻ സംസാരിക്കാറുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഒരു മര്യാദ എപ്പോഴും അമ്മ സീക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എൻ്റെ മക്കൾക്ക് അങ്ങനെയൊന്നും ഇല്ല. എൻ്റെ മക്കൾക്ക് എന്നെ എന്തും പറയാം, അമ്മയ്ക്ക് വേറെ ജോലിയില്ല ഇങ്ങനെ. പക്ഷെ എൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പണി കിട്ടും. 37 വർഷത്തിലധികമുള്ള ഒരു സംഗീത പാരമ്പര്യമാണ്. ഇപ്പോൾ പല കോളേജുകളിലും അതിൻ്റെ ആ ഒരു ടീച്ചർക്ക് 37 വർഷം കോളേജ് ലെവലില്. അതിനു മുൻപേ തുടങ്ങി ശബരിയ 10 വയസ്സിൽ തുടങ്ങി. പക്ഷെ സ്വന്തമായിട്ടുള്ള കുറേ നിലപാടുകളുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ജഡ്ജ്മെന്റിന്റെ രീതിയാണെങ്കിലും സെമസ്റ്റർ സിസ്റ്റത്തെ പറ്റിയാണെങ്കിലും ഒക്കെ ടീച്ചറിൻ്റെതായിട്ടുള്ള ഒരു നിലപാടുകളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇതാരും ചോദിക്കാത്തൊരു ചോദ്യം. ഞാൻ വളരെ ആരെങ്കിലും ഇത് ചോദിക്കണേ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ചോദ്യമാണ്. മത്സരം എന്ന് പറഞ്ഞ മത്സരം കൊണ്ടൊന്നും ആകുന്നില്ല. ശാസ്ത്രീയ കലകളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് പഠിച്ച് വളരെ ശ്രമിച്ച് ജീവിതാന്ത്യം വരെ അത് ശ്രമിച്ചെങ്കിൽ മാത്രം, എന്നാൽ പോലും അത് പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല. ഈ ചിലർ 1-2 വർഷം പഠിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ഈ അരങ്ങേറ്റം അതൊക്കെ കാണാതെ പഠിച്ച്. അതുപോലെ തന്നെ മത്സരമാണെങ്കിലും കാണാതെ പഠിച്ച് പാടുന്നത്. 10 മിനിറ്റ് തയ്ക്കാൻ 9:45 വരെ, ഇങ്ങനെ 9:45 മിനിറ്റ് വരെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ സ്വരവും രാഗവും ഒക്കെ അത് തന്നെയാണ്. അത് മനോധർമ്മ സംഗീതത്തിൽ പെടുന്നതാണ് രാഗവും സ്വരവും. മനോധർമ്മം എന്ന് പറഞ്ഞാൽ അപ്പോഴും മനസ്സിൽ തോന്നി പാടേണ്ടത്. അങ്ങനെയല്ല, ഇത് കാണാതെ പഠിച്ച് പാടുന്ന ഒരു രീതിയാണ്. ആ ഒരു രീതി ക്ലാസിക്കൽ മ്യൂസിക്കിന് ഒരിക്കലും നല്ലതല്ല. പിന്നെ നിങ്ങൾ പഠിപ്പിക്കുകയില്ലേ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ടും വരും. കാരണം അവർക്ക് 10 മിനിറ്റ് ഉള്ളൂ. ആ മിനിറ്റിനുള്ളിൽ പാട്ട്
എല്ലാം ശരിയാക്കാൻ. കാണാതെ പഠിപ്പിച്ചേ പറ്റും. പിന്നെ ഒന്നുള്ളത് സെമസ്റ്റർ സിസ്റ്റം. മ്യൂസിക്കിനെ കൊലപാതകം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ വേറെയല്ല, മ്യൂസിക്കിനെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവമാണ് സെമസ്റ്റർ സിസ്റ്റം. കാരണം ഈ സെമസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത് 4 or 5 സെമസ്റ്റർ കാണും. ഒരു സെമസ്റ്റർ കഴിഞ്ഞാൽ ആ പാട്ടൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുന്നത്. പാട്ട് പാടിയാണ് പഴകേണ്ടത്. അതെ. പിന്നെ 2ാമത്തെ സെമസ്റ്ററിന് പഠിച്ചതെല്ലാം മാറ്റിവെക്കും. അപ്പോൾ അവർ ഇറങ്ങുമ്പോൾ സംഗീതജ്ഞയായിട്ടല്ല ഇറങ്ങുന്നത്, സംഗീത അജ്ഞയായിട്ടാണ് പലരും ഇറങ്ങുന്നത്. അമ്മയുടെ വാക്കുകളിൽ നിന്ന് കടമെടുത്താണ് പറയുന്നത്. അതായത് ഈ സെമസ്റ്റർ സിസ്റ്റത്തിൽ തിയറി പ്രാക്ടിക്കൽ നമുക്ക് പഠിക്കാനുണ്ടാകുമല്ലോ. അപ്പോൾ തിയറിക്ക് ചിലപ്പോൾ ഹൈ സ്കോർ ചെയ്യും, പിന്നെ പ്രാക്ടിക്കൽ അത്രയും പാടുന്ന കുട്ടികളായിരിക്കണം എന്നില്ല. അപ്പോൾ ഫൈനൽ ഒരു സ്റ്റേജിൽ വരുമ്പം ഇവർക്ക് ചിലപ്പോൾ 90% ഒക്കെ വരും. അപ്പം ഒരു കോളേജിൽ സെലക്ഷൻ വരുമ്പോഴത്തേക്കും ഇവരായിരിക്കും മുൻഗണന വരിക. അപ്പം അതൊരു വലിയൊരു ട്രാജഡിയാണ് ശരിക്കും പറഞ്ഞാൽ. വരുന്ന ജനറേഷനിൽ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നത് കൂടുതലും പ്രാക്ടിക്കൽ സെൻസുള്ള, തിയറി വേണ്ട എന്നല്ല പറയുന്നത്, രണ്ടിനും ഒരു ഈക്വലൈസേഷൻ വേണമല്ലോ. അപ്പോൾ പ്രാക്ടിക്കൽ സെൻസ് കൂടുതലുള്ളവരെ വേണം കോളേജിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ. എന്നാലേ ഈ ഒരു സിസ്റ്റം നമ്മുടെ ആ ഒരു ഗുരുകുല പണ്ടത്തെ ഉള്ള ആ ഗുരുകുല സമ്പ്രദായം, നമ്മുടെ ഇപ്പോഴത്തെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ചെമ്മൻകുടി ശ്രീനിവാസ അയ്യർ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലാണ് തുടർന്ന് വരുന്നത്. അത് തുടർന്ന് പോകണം എന്നുണ്ടെങ്കിൽ, ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു സ്കീം നിൽക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മ പറഞ്ഞതുപോലെ സെമസ്റ്റർ സിസ്റ്റം അവോയ്ഡ് ചെയ്യണം. എൻ്റെ അച്ഛൻ വലിയ പ്രസിദ്ധനായിരുന്നു പാട്ടിൽ. അപ്പോൾ അങ്ങനെ പണ്ടൊരു പഴമൊഴി പോലും ഉണ്ട്, മലബാർ വന്നാൽ കൊട്ടക പൊളിയുമെന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഓല വളച്ച് കെട്ടിയതല്ലേ, ആളുകൾ ഈ ആ ഓലയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അകത്തേക്ക് കയറും. അതാണ്. പിന്നെ അപ്പം പാടുകയും ചെയ്യുമായിരുന്നു. ഹാർമോണിസ്റ്റ് മാത്രമല്ല, പാടും. അന്നത്തെ നാടകങ്ങളിലുള്ളത് ക്ലാസിക്കൽ ഗാനങ്ങളാണ്. ഇപ്പോൾ പക്കാല നിലപടി അങ്ങനത്തെയൊക്കെ ഉള്ളത്, അങ്ങനത്തെ പാട്ടുകളാണ്. നഗുമോ അത് അവിടുത്തെ നടന്മാരും പാടണം. അതാണ്, നടന്മാരും പാടുന്നത് ഈ പിന്നെ ഹാർമോണിസ്റ്റ് പാടുന്നത് ഒരു കോമ്പറ്റീഷൻ മാതിരി. അന്നത്തെ ആ നാടകവേദി അങ്ങനെയാണ്. സദാരാമ അങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടം. അപ്പൂപ്പൻ്റെ കുടുംബ പിന്നെ പള്ളിപ്പാടായിരുന്നു. അതിൻ്റെ ഹരിപ്പാട് അടുത്താണ്. അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഈ കൊട്ടക. അതിൻ്റെ അമ്മാവൻ, അപ്പൂപ്പൻ്റെ അമ്മാവൻ താമസിപ്പിച്ചിരുന്നു ഈ ആൾക്കാരെയെല്ലാം. ഈ നാടകം ട്രൂപ്പ് വന്നു കഴിഞ്ഞാൽ 2-3 മാസങ്ങളൊക്കെ കാണും. അപ്പോൾ അവിടെ താമസിക്കും, ഭക്ഷണം അങ്ങനെയായിരുന്നു. അപ്പോൾ ആ കുടുംബം ഇപ്പോഴും ഉണ്ട് അവിടെ. ആ കുടുംബത്തിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ മോഡലാണ് നമ്മുടെ മേടയിൻ്റെ ഫ്രണ്ടെന്ന് കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അവിടെ അതിൻ്റെ മുകളിൽ MG എന്ന് എഴുതിയിട്ടുണ്ട്, ആ വീടിൻ്റെ മുകളിൽ. അതായത് മലബാർ ഗോപാൽ നായർ, അതാണ് MG വന്നത്. MG രാധാകൃഷ്ണൻ, MG ശ്രീകുമാർ. അമ്മ മാത്രം K ഓമനക്കുട്ടി, കമലാക്ഷി അമ്മ ഓമനക്കുട്ടി, അങ്ങനെയായി. ടീച്ചറെ, നമ്മൾ ഈ എന്താണ് പറയുന്നത്, ഈ പഞ്ചരത്ന കീർത്തനങ്ങളുണ്ടല്ലോ, ത്യാഗരാജസ്വാമികളുടെ ആ ഒരു കീർത്തനങ്ങളുടെ ശൈലിയിൽ നിന്ന് നമ്മുടെ മഹാരാജാവിൻ്റെ കൃതികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ പഞ്ചരത്ന കൃതികൾ തിരുവയ്യാറിലാണ് പാടി വരുന്നത്. ഈ ഇവിടുത്തെ ആദ്യത്തെ പ്രിൻസിപ്പൽ മുത്തയ്യ ഭാഗവതർ, അദ്ദേഹമാണ് പാട്ടൊക്കെ സെലക്ട് ചെയ്തതും അങ്ങനെ ഒന്ന് വരുത്തണമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ഒരു 3-4 വർഷത്തിന് മുമ്പ് ഞങ്ങൾ കുറച്ച് പേരൊക്കെ എഫർട്ട് എടുത്ത് സ്വാതി പഞ്ചരത്നം എന്നും പറഞ്ഞ് 5 കീർത്തനങ്ങൾ എല്ലാവരെയും പഠിപ്പിച്ച് ഓരോ ടീച്ചേഴ്സിന് കൊടുത്ത് ഓരോ സ്ഥലത്ത് ഉള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി 500 പേരെ കൊണ്ട് പാടിക്കുകയുണ്ടായി. ആ CD പാടിയത് ഹരിശങ്കറാണ്. പക്ഷെ ആ CD എല്ലാവർക്കും കൊടുത്തിട്ട് അവർ പഠിച്ച് വൈലോപ്പള്ളി ഭവനിൽ വെച്ച് ഒരു ഇത്രയും 500 പേര് പാടുകയുണ്ടായി. സുരേഷ് ഗോപി ആയിരുന്നു അതിനൊക്കെ. ശ്രീചേട്ടൻ്റെ 10-300 സ്റ്റുഡൻസ് ഉണ്ടായി. ഈ 300 പിള്ളേരെയും ശ്രീചേട്ടൻ അത് പഠിപ്പിക്കുകയുണ്ടായി ഒരു പഞ്ചരത്നം. ഇപ്പോഴും അതിലൊരു ടീം ഇപ്പോഴും അത് പാടി വരുന്നത്. ടീച്ചറെ, ചിത്രാമ്മയായിട്ടൊക്കെയുള്ള ഒരു കുട്ടിക്കാല ഓർമ്മ അതമ്മ എന്നാ പറയും.
ഇവളെപ്പോഴും ചിത്രയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നൊരു അങ്ങനെയൊന്നുമില്ല. ഞാനും ചിത്ര ചേച്ചിയും തമ്മിൽ 3 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പം ചിത്ര ചേച്ചി ഒരു 6th ഉള്ളപ്പോൾ ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയല്ല. അപ്പോൾ ചിത്ര ചേച്ചി നല്ല ഫ്രോക്കുകൾ ഇടും കേട്ടോ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇങ്ങനെ ഒരു ഇത് ആകാംക്ഷയാണ്. അപ്പം ഞാൻ ചെന്ന് ഫ്രോക്കിൽ പിടിക്കും, വലിക്കും. അങ്ങനെ എനിക്കല്ല, ഒരു കമ്പ് വെച്ച് ഇങ്ങനെ പോകും. അതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അമ്മ എന്നെ നാണം കെടുത്തിയേ അടങ്ങുള്ളല്ലേ. അപ്പം ഓമന ചേച്ചി എന്നാണ് അമ്മയെ വിളിക്കുന്നത്. ഓമന ചേച്ചി, ഈ ലക്ഷ്മി എന്നെ ഉപദ്രവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര മധുര കൊതിച്ചുകളാണ് കേട്ടോ. അപ്പോൾ ചിത്ര ചേച്ചിയും നന്നായിട്ട് മധുരം കഴിക്കും, ഞാനും മധുരം കഴിക്കും. അപ്പോൾ ഒരിക്കൽ അമ്മയുടെ കോൺസെർട്ട് കോഴിക്കോട്. അപ്പോൾ അച്ഛൻ ഒരു വലിയ പാക്കറ്റ് മിഠായി വാങ്ങിച്ചുകൊണ്ട് വന്നു. പാക്കറ്റിൽ പണ്ടത്തെ ഒരു ഓറഞ്ച് മിഠായി ഉണ്ട്, ഒരു വെള്ള കടലാസ്. ഇപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയാതെ. അത് ഒരു പരിധി കഴിഞ്ഞ് തിന്നാൽ നാക്ക് മുറിയും അണ്ണാക്ക് മുറിയും. ഞങ്ങൾ രണ്ടുപേരും കഴിച്ച് ഇവിടെ വരെ കോഴിക്കോട് വരെ പാക്കറ്റ് കാലിയാക്കി അണ്ണാക്കുമൊക്കെ മുറിഞ്ഞ് അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ട്. പിന്നെ ചിത്ര ചേച്ചിക്ക് എന്താ പറയേണ്ടത്, ഒരുപാട് കാര്യങ്ങളുണ്ട് ചിത്ര ചേച്ചിയെക്കുറിച്ച്. ഇപ്പോൾ ചിത്ര ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് റെസ്പെക്റ്റാണ്. ശരിക്കും ചിത്ര ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരും. എന്നുവെച്ചാൽ ആനന്ദ കണ്ണീരാണ്. ഞാനങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല ഇപ്പോഴ്. എന്നുവെച്ചാൽ വിളിച്ച് അങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല. ചിത്ര ചേച്ചി എത്രയോ തിരക്കുള്ള, പിന്നെ എന്താ പറയേണ്ടത്, ഉയരത്തിൽ നിൽക്കുന്നു. അവാർഡൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ മോനെ സ്വന്തം മോനെ പോലെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ചിത്ര ചേച്ചിയുടെ. അപ്പം അവർ രണ്ടുപേരും നിൽക്കുമ്പം അമ്മയും മോനും നിൽക്കുന്നത് പോലെ ആക്സിഡൻ്റലി രണ്ടുപേരും ഒരേ ഡ്രസ്സാണ് ഇട്ടുള്ളത്. ബ്ലാക്ക് പറഞ്ഞുകൊണ്ടല്ല, സിൽവർ ആൻഡ് ബ്ലാക്ക് രണ്ടുപേരുടെ ഡ്രസ്സ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു ഏഷ്യാനെറ്റിൽ. അപ്പം അത് ഓണത്തിന് ഉണ്ടാകും. ഇതൊക്കെയാണ് എനിക്ക് ചിത്ര ചേച്ചിയെ കുറിച്ച് പറഞ്ഞത്. സംഗീതഭാരതി ഇപ്പം രൂപം കൊണ്ടിട്ട് 28ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പറയാതിരിക്കാൻ ഒക്കില്ല. കൊടൈക്കനാൽ അവർ നമുക്ക് പെർമിഷൻ തന്നിട്ട് 10-40 പേര് MPhil എടുത്തിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് സെൻറ്ററാണ്. ഇപ്പോഴും അവർ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ഒരു റൂളുണ്ടാക്കി അവരുടെ ഇതിൽപ്പെടുന്ന ആ പ്രദേശത്തുള്ളവർക്ക് മാത്രം ഇത് പെർമിഷൻ കൊടുത്താൽ മതി. ഇത് വിട്ടല്ലേ ട്രിവാൻഡ്രം എന്ന് പറയും. അങ്ങനെ വേണ്ടാന്ന്. പക്ഷേ ഞങ്ങൾക്കൊന്നും എഴുതി വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഡയറക്ടറേറ്റ് സെൻറ്റർ ആയിരുന്നു. ഇപ്പോഴും ഇത് തരാത്തതുകൊണ്ട് ആണ് എന്ന് വിശ്വസിക്കുന്നു. 6-7 പേര് PhD എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട്, മ്യൂസിക്കിൻ്റെ മാത്രം ബുക്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അതുകൊണ്ടൊക്കെയാണ് അവർ നമുക്ക് പെർമിഷൻ തന്നത്, PhD കോഴ്സ് എടുക്കാൻ പെർമിഷൻ തന്നത്. ഇവിടെ ധാരാളം കുട്ടികൾ, ചേട്ടനും ഞാനും കൂടെയാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ ചേട്ടനങ്ങ് വിട്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തന്നെയാണിപ്പം നടത്തുന്നത്. കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ഉണ്ട്. കോവിഡിന് മുൻപ് ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു, 200-300 കുട്ടികളുണ്ടായിരുന്നു. കോവിഡ് ആയപ്പോഴത്തേക്ക് എല്ലാം പോയി. പിന്നെ ഇപ്പം രണ്ടാമത് തുടങ്ങിയിരിക്കുന്നു, കുറച്ച് കുട്ടികളുണ്ട് ഇപ്പം. ഇപ്പോൾ ആറാട്ടിലൂടെ സിനിമ പിന്നണി ഗാന രംഗത്തേക്കും കൂടി വന്നിരിക്കുകയാണ്. ആ ഒരു അതെ, ആ ഒരു വിശേഷത്തെ കുറിച്ച് പറയാമോ? കൊച്ചുമോൻ സ്വന്തമായി ഞാൻ നേരത്തെ തന്നെ അയിത്തത്തിലും പിന്നെ ദേവാസുരത്തിലും ഒക്കെ പാടിയിട്ടുണ്ട്.
പിന്നെ ഇതില് വേറെ ഏതോ ഒരെണ്ണത്തില് പക്ഷെ മാവിലെ എന്താ കായ്ക്കാത്ത ഒരു കവാലി സോങ് ഒരു കവാലി അത് പാടിയിട്ട് പക്ഷെ പക്ഷെ എനിക്ക് അതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. സിനിമയിൽ പോയി പാടുന്നത് അപ്പൂപ്പനില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കാം എന്നിലേക്കും അത് പടർന്നു. ദേവരാജൻ മാസ്റ്റർ വിളിച്ച കുട്ടിയെ വിടണമെന്ന്. കൊച്ചിലേക്ക് ആകുമ്പം ശബ്ദം എത്ര വേണേൽ പോകുമല്ലോ. പിന്നെ ക്ലാസിക്കൽ പഠിച്ച് ക്ലാസിക്കലിൻ്റെ മാത്രം ഒരു ശബ്ദമായിട്ട് തീർന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇപ്പം കൊച്ചു മോന് പിടിച്ചു വലിച്ചുകൊണ്ട് പോയി എന്നെ ഒരു ആലാപം പഠിച്ചു. ഞാൻ പറഞ്ഞു എന്നെ വേണ്ട, വേറെ എത്രയോ പേരുണ്ട്, അവരെ അങ്ങ് കൊണ്ടുപോയാൽ അതല്ല, അമ്മൂമ്മ തന്നെ വരണമെന്ന് പറഞ്ഞൊരു ആലാപ്. അത്രയേ ഉള്ളൂ. 2-3 അമ്മൂമ്മയാണ് അവന്റെ മെയിൻ ഗുരു കേട്ടോ. ഇവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ ഗുരുകുല സമ്പ്രദായം പോലെ തന്നെ ആയിരുന്നു. 3 മണിക്ക് എണ്ണീപ്പിക്കുക, പിന്നെ എന്നിട്ട് പാടിക്കുക. അച്ഛൻ്റെ അടുത്ത് കൊച്ചിലെ പ്രിലിമിനറി ലെസൺസ് ഒക്കെ മടിയിലിരുന്ന് തന്നെ പഠിക്കുമായിരുന്നു ശംഖു. പിന്നെ ഇളയൊരു മോനും കൂടെ ഉണ്ട്, എനിക്ക് അവൻ്റെ കാര്യങ്ങൾ പറയണം. അവൻ വയലിനിസ്റ്റാണ്, രവിശങ്കർ എന്നാണ് പേര്. രണ്ടുപേരും കൊച്ചിലെ നല്ല ഫൈറ്റായിരുന്നു. ഇപ്പം നല്ല ഫ്രണ്ട്സാണ്. 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. കണ്ടാൽ ഒരേപോലെ തന്നെ ഇരിക്കും. രണ്ടുപേരും തെറ്റിപ്പോവും. അമ്മയെക്കുറിച്ച് പറയാനേ ഉള്ളൂ. ഇത്ര മിടുക്കിയായ ഒരു ലേഡി. മിടുക്കിയോ? അല്ല, 80 വയസ്സായെന്ന് നിങ്ങൾക്ക് കണ്ടാൽ എനിക്ക് ഒരു മിടുക്കുമില്ല. ഞാൻ ഒരുപാട് കേട്ട് പരിചയമുള്ള പേരുകളാണ് ടീച്ചറിന്റെ പേര്. അമ്മ ഒരു പ്രഗത്ഭയായ ഒരു ലേഡിയാണ്. ശരിക്കും അമ്മയ്ക്ക് പത്മശ്രീ ഒക്കെ കിട്ടേണ്ട കാലം കഴിഞ്ഞു. സത്യം പറയാണ്. എനിക്ക് അങ്ങനെ അവാർഡ് വേണം. അമ്മയ്ക്ക് ക്ലാസിക്കൽ വൈസായിട്ട് അമ്മ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ അനവധിയാണ്. ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ കേരളത്തിൽ ഫോം ചെയ്തത് അമ്മയാണ്. പക്ഷെ അതിന്റെ ഇനോഗ്രേഷന് പോലും അമ്മയെ വിളിച്ചില്ല എന്നുള്ളതാണ്. ഇനോഗ്രേഷന് അതിന്റെ ആ ഡിപ്പാർട്ട്മെന്റിന് സ്ഥലം കണ്ടുപിടിച്ച് ഫൈറ്റ് ചെയ്ത് ഗവൺമെന്റിൽ നിന്ന് വാങ്ങിച്ച് പാലസിൽ നിന്ന് 45 ലക്ഷം അലോട്ട് ചെയ്ത് അതിനെല്ലാം അമ്മയായിരുന്നു മുമ്പിൽ അമ്മയായിരുന്നു. ഞാൻ എന്നെ റിലീവ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞായിരുന്നു ഇതിന്റെ ഇനോഗ്രേഷൻ. ഞാൻ പൈസ കൊടുത്ത് ഉണ്ടാക്കിച്ച ആദ്യത്തെ ബാച്ചിനെ എന്നെ ആരും വിളിച്ചില്ല. KR ശ്യാമ അവരുടെയൊക്കെ ബാച്ചാണ്. റാണ ഭുവൻ, ഇപ്പൊ അവരെല്ലാം കോളേജിൽ പ്രൊഫസേഴ്സാണ്. അവരുടെയൊക്കെ ബാച്ചാണ് ഫസ്റ്റ് ബാച്ച്. അപ്പം ഞാൻ അവിടെ പോകുമ്പം എനിക്ക് വീണ അവർക്ക് സബ്ബുണ്ട്. അപ്പം ഞാൻ വീണ വായിക്കും. ഞാൻ KS നാരായണസ്വാമി സാറിൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത് സ്കോളർഷിപ്പോടുകൂടി. പിന്നെ ഞാൻ കോളേജിൽ വീണ മെയിൻ എടുത്ത് PG ചെയ്തു, പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം ചെയ്ത് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അവിടെ ഞാനായിരുന്നു സബ് ഇവർക്ക് എടുത്തോണ്ടിരുന്നത്. പിന്നെ ആനി മസ്ക്രീൻ്റെ പിന്നെ ബിൽഡിങ് അവർ ജനിച്ച കെട്ടിടത്തിലായിരുന്നു. ഒരു പഴയ കെട്ടിടം, പക്ഷെ നല്ല ഭംഗിയായിരുന്നു ഇത് കാണാൻ. ചെന്നൈയിലെ ആചാര്യ അവാർഡ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രസിഡന്റ് അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, പിന്നെ ഇവിടുത്തെ സ്വാതി പിന്നെ അനേകം അവാർഡുകൾ. പിന്നെ കേരളത്തിലുടനീളം, ഇന്ത്യയിലുടനീളം, പുറം രാജ്യങ്ങളിൽ എത്രയോ സെമിനാറുകളും കച്ചേരികളും ഒക്കെ. ഈ കോവിഡാണ് കാരണം. 2-3 വർഷം അമ്മ ഇപ്പോഴും ഡിസിപ്ലിൻഡാണ്. അതാണ് അമ്മയുടെ ലൈഫ്, ഭയങ്കര ഡിസിപ്ലിൻഡാണ്. പിന്നെ അപ്പോൾ അത് പറയുമ്പോൾ എൻ്റെ അച്ഛനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അച്ഛനാണ് അമ്മയുടെ ആ പ്രോഗ്രസ്സിൻ്റെ പ്രധാന കാരണക്കാരൻ. അച്ഛൻ വന്ന ശേഷമാണ് അമ്മ MA പഠിച്ചതും അത് കഴിഞ്ഞ് കോളേജിൽ എൻട്രി ചെയ്തതും പിന്നെ PhD എടുത്തതും എല്ലാം. എനിക്കൊരു അനിയനുണ്ടായിരുന്നു, സുഖമില്ലാത്തൊരു അനിയനായിരുന്നു. അപ്പം ആ സമയം അച്ഛൻ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് അമ്മ എത്രമാത്രം ആരും ചെയ്യാത്ത കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചതും എല്ലാം എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ബാക്കിലോട്ട് ഓർക്കുന്നു. എല്ലാവരെയും ഓർക്കുന്നു, അമ്മാവനെയും എല്ലാവരെയും ഓർക്കുന്നു. MGRൻ്റെ കൂടെ ചേട്ടൻ തന്നെ ഞാൻ വിളിച്ചു, കൂടെ നടക്കുമായിരുന്നു. എല്ലാവർക്കും ഐശ്വര്യം വരുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മൂകാംബികയെ കുറിച്ചിട്ട് കാവലം നാരായണപ്പണിക്കർ എഴുതി, ശ്രീ MG രാധാകൃഷ്ണൻ എൻ്റെ അമ്മാവൻ സംഗീതം നിർവഹിച്ച ഗാനമാണ് അടുത്തത്. ഏകമയം ഏകാന്തസുന്ദരം തായേ നിൻ ത്രിമധുരം ഏതൊരജ്ഞാത ചേതോ വികാരം സമന്വയരുചിരം
സമയമയം ഏകാന്തസുന്ദരം തായേ നിൻ ത്രിമധുരം ശാന്തംഗഭീരം ഭീകരം ശരണ്യേ നിൻ ഭാവം മേദുരം. നമ്മളിങ്ങനെ ഒരുപാട് ഓർമ്മകളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഓണക്കാലമാണ്. നമുക്കിനി കുറച്ച് ഓണവിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാം. നമുക്കറിയാം ഓമനക്കുട്ടി ടീച്ചറിൻ്റെ പേരായാലും ഹരിശങ്കറിൻ്റെ അമ്മ, ഒരുപക്ഷെ ഒരുപാട് പേർ അറിയപ്പെടുന്നൊരു പേര് അല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും ഇങ്ങനെ ആരാധനയോടെ കാണുന്ന രണ്ട് സ്ത്രീ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പഴയ കാലത്ത്, അതായത് ടീച്ചറിൻ്റെയും അമ്മയുടെയും പഴയ കാലത്തെ ഓണക്കാലത്തെ ഓർമ്മകളും ഇപ്പോഴുള്ള ഓണക്കാല ഓർമ്മകളും പ്രേക്ഷകരുമായിട്ട്. ഇൻസ്റ്റന്റ് ഓണമല്ലേ? അതെ, അന്നൊന്നും ഇൻസ്റ്റന്റ് ഓണമല്ല. അന്നത്തെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ എല്ലാം വറുത്ത് എല്ലാം ഉപ്പേരി, പിന്നെ മറ്റേ കായ വറുത്തതുമാണെങ്കിലും മറ്റേ വേറൊരു ഉപ്പേരി ഉണ്ടല്ലോ, ശർക്കര വരട്ടി എന്നാണ് പറയുന്നത്. ഇപ്പോഴേ അതിന് ഉപ്പേരി എന്നാണ് പറയുന്നത്. ശർക്കര വരട്ടി എന്നാണ് അന്നത്തെ പേര്. അന്നൊക്കെ അമ്മൂമ്മ ഉരുളിയിലുണ്ടാക്കി പാവ് കാച്ചിയിട്ട് അത് നെയ്യൊക്കെ ഇട്ടിട്ട് പഞ്ചസാര ഇട്ട് പൊടിച്ച് അതെല്ലാം ഇട്ട് ഇളക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതുപോലെ കായ വറുത്ത അതൊക്കെ നേരത്തെ സ്റ്റോർ ചെയ്യും. അല്ല, അതിൻ്റെ ഈ വാഴ കൊലയ്ക്കുന്ന ഓണത്തിന് കൊല വെട്ടത്തക്കവണ്ണമാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ഇതൊരു നമ്മുടെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സഹോദര സ്നേഹമായിരുന്നു. അന്നത്തെ സദ്യയും പൂവിടലും അങ്ങനെയുള്ള തിരുവാതിരക്കളിയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ വീടുകളിലും ഉത്സവം തന്നെയായിരുന്നു. പിന്നെ ഈ ഇപ്പോൾ ഒന്നും കണ്ടു കിട്ടാത്ത പല കളികളും അന്നുണ്ടായിരുന്നു. ഈ കുടകൂത്ത് എന്ന് പറഞ്ഞ് അത് ഇപ്പോഴും കാണും, പക്ഷേ ഇപ്പം ആരും അത് അവതരിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കുടകൂത്ത്, അതുപോലെ തന്നെ കടുവാകളി, അത് തൃശ്ശൂർ സൈഡിലൊക്കെ ഒരു 11-ാം തീയതിയാണ്, സെപ്റ്റംബർ 11-നാണ് ഒരു കടുവയും പിന്നെ ഒരു സായിപ്പ് ഒന്ന് വെടിവെക്കുന്നു. അന്ന് അതൊക്കെ പിന്നെ ഞങ്ങൾക്ക് വളരെ പുതുമയായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അവിടെ പിന്നെ പൂക്കളെല്ലാം ഇവർ അടുത്ത പറമ്പിലൊക്കെ പോയി പറിച്ച് എല്ലായിടത്തും കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഒത്ത് പോയി അത്തപ്പൂക്കളം ഇട്ട് ലാസ്റ്റ് ഇവർക്ക് അടയുണ്ടാക്കും. അപ്പം പൂവട ഉണ്ടായിരിക്കും, മണ്ണട ഉണ്ടായിരിക്കും, ശർക്കര അട ഉണ്ടായിരിക്കും. എന്നിട്ട് അതെല്ലാം ഒരുമിച്ചാണ് വെക്കുന്നത്. എന്നിട്ട് ഒരു പയ്യനാണ് അമ്പ ചെയ്തെടുക്കും, വീട്ടിലുള്ള ആൺകുട്ടികൾ അമ്പ ചെയ്തെടുക്കുമ്പോൾ മണ്ണട കിട്ടുന്നവന് സുഖമായി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കളി തമാശ നല്ലൊരു രീതികളായി. നമുക്ക് എന്തായാലും ഒരു പാട്ട് കേൾക്കണം, കാരണം ഓണക്കാലമാണ്. നല്ലൊരു മനോഹരമായ ഒരു ഓണപ്പാട്ട് ടീച്ചറും അമ്മയും ചേർന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആലപിക്കാമല്ലോ അല്ലേ? ഇത് സുഗതകുമാരി ടീച്ചർ എഴുതിയ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. വളരെ സോഫ്റ്റ് ടച്ചസ് ഉള്ള ഒരു പാട്ട്, ഒരു ഊഞ്ഞാൽ പാട്ടാണ്. ഊഞ്ഞാലുഞ്ഞാലേ ഓണപ്പൊന്നൂഞ്ഞാലേ അക്കരെ ഇക്കരെ താലോലം ചാഞ്ഞത്തിടൂഞ്ഞാലേ ഊഞ്ഞാലുഞ്ഞാലേ ഓണപ്പൊന്നൂഞ്ഞാലേ അമ്പിളി വനത്തിൽ പൊൻകിണ്ണം വയ്ക്കുന്നു നാഴൂരിപ്പാൽ കൊണ്ട് നാടാകത്തോകുന്നു ഊഞ്ഞാലുഞ്ഞാലേ ഓണപ്പൊന്നൂഞ്ഞാലേ ഓണമാണോണമായി തിരുവോണമായല്ലോ നാളെ ഓണമായി തിരുവോണമായല്ലോ നാളെ ഓണമായി തിരുവോണമായല്ലോ നാളെ.
ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. ഈ ഒരു പ്രത്യേക ഈ ഒരു എന്താ പറയുക, ഈ സെലിബ്രേഷൻ സീസണിൽ തന്നെ രണ്ടമ്മമാരെയും നമുക്ക് കിട്ടിയതല്ലേ അഞ്ജു? അതെ, മനസ്സ് നിറഞ്ഞിട്ടുള്ള ഒരു ഓണം തന്നെയാണ്. എന്തായാലും നമ്മുടെ റേഡിയോ ടോക്കിയുടെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ശ്രോതാക്കൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം കേൾക്കുക, അതുപോലെ കാണുക, ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും ഒരു ഐശ്വര്യം നിറഞ്ഞ ഓണാശംസകൾ. തീർച്ചയായിട്ടും അമ്മമാർക്കും ടീച്ചറിനും അമ്മയ്ക്കും എല്ലാ കുടുംബം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് നമ്മളും അതിനെ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ ഇത്രയും നേരം ഇന്റർവ്യൂ ചെയ്ത് ഞങ്ങളെ മനസ്സിലാക്കി വന്ന അരുണിനും അഞ്ജുവിനും പ്രത്യേകം നന്ദിയും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നു. ഒത്തിരി സന്തോഷം. അതുപോലെ ഇത് റെക്കോർഡ് ചെയ്ത എഞ്ചിനീയേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് റേഡിയോ ടോക്കിയുടെ എല്ലാ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ റേഡിയോ ടോക്കി പാട്ടും പാടി കൂട്ടും കൂടി.